അവസാനിക്കാത്ത ഏകാന്തതയും മാത്രം. എന്നിട്ടും ജീവിതം അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഓരോ നിമിഷവും അവൻ ജീവിക്കാൻ തീരുമാനിച്ചു. കാരണം ചില കഥകൾ വിജയത്തെക്കുറിച്ച് മാത്രമല്ല, ചിലത് അതിജീവനത്തെക്കുറിച്ചാണ്. അത്തരമൊരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ മരണത്തേക്കാൾ ശക്തിയായി പിടിച്ചു നിന്ന ജീവിതത്തിന്റെ കഥ. ആടുജീവിതം. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും നിജിത് മറ്റുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ പോലെ തന്നെ അവനും ഒരു സ്വപ്നമുണ്ടായിരുന്നു. കുടുംബത്തിന് നല്ലൊരു ജീവിതം. ആ സ്വപ്നങ്ങളുമായി അവൻ ഗൾഫിലേക്ക് യാത്ര തുടങ്ങുന്നു. പക്ഷെ ചില യാത്രകൾ ലക്ഷ്യത്തിലേക്കല്ല, വിധിയുടെ വിളയാട്ടത്തിലേക്കാണ്. ഗൾഫിലെത്തിയതിനു ശേഷം നജീബിന്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറി മറിയുന്നു. അവൻ പ്രതീക്ഷിച്ച ജോലിയും ജീവിതവും ഭാവിയും എല്ലാം അവനിൽ നിന്നും അകന്നു പോകുന്നു. പിന്നെ തുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ്. അനന്തമായി നീണ്ടുകിടക്കുന്ന മരുഭൂമി, പകൽ സൂര്യന്റെ കത്തുന്ന ചൂട്, രാത്രിയിലെ നിശബ്ദത. മനുഷ്യ ശബ്ദത്തേക്കാൾ കേട്ടുവന്നത് കാറ്റിന്റെ ഒച്ച മാത്രം. ആ മരുഭൂമിയിൽ ആടുകളുടെ ഇടയിൽ നജീബ് പതിയെ പതിയെ തന്റെ ജീവിതം മറന്നു തുടങ്ങുന്നു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി മാറുന്നു. ഒരു സമയത്ത് അവൻ ചിന്തിക്കുന്നു, എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ? ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുമോ? വിശപ്പ് അവന്റെ ശരീരത്തെ തളർത്തി. ഏകാന്തത അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. പക്ഷെ പ്രതീക്ഷ മാത്രം മരിച്ചില്ല. ഇരുട്ടിന്റെ ആഴങ്ങളിൽ അവൾ കാത്തു സൂക്ഷിച്ച ഒരു ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. പ്രതീക്ഷയുടെ വെളിച്ചം. ആടുജീവിതം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടുകളിലേക്ക് മാത്രമല്ല. ഒരു മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും ജീവിക്കാനുള്ള ആഗ്രഹം എങ്ങനെ അവനെ മുന്നോട്ട് നയിക്കുന്നു എന്നതിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നജീബിന്റെ കഥ മാത്രമല്ല, സ്വപ്നങ്ങൾ തകർന്നു പോയപ്പോഴും ജീവിതത്തോട് പോരാടുന്ന ഓരോ മനുഷ്യന്റെയും കഥയാണ്. ജീവിതത്തിൽ ചില സമയമുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയി തോന്നുന്ന സമയങ്ങൾ, മുന്നോട്ടുള്ള വഴി കാണാത്ത സമയങ്ങൾ. ആടുജീവിതം നമ്മളെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ഇരുട്ട് എത്ര ആഴത്തിലുള്ളതാണെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ വെളിച്ചം കണ്ടെത്താൻ കഴിയും. നജീബിന്റെ കഥ അവസാനിക്കുന്നത് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതിലല്ല, പ്രതീക്ഷ ഒരിക്കലും തോൽക്കുന്നില്ല എന്നതിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുകളിലാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല, ഈ അധ്യായത്തിന്റെ തുടക്കമായിരിക്കാം. വീണു പോകുന്നത് പരാജയമല്ല, വീണ്ടും എഴുന്നേൽക്കാൻ മനസ്സില്ലാത്തതാണ് പരാജയം. നജീബ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ജീവിതം എത്ര കഠിനമായാലും പ്രതീക്ഷ കൈവിടരുത്. ഒരു ദിവസം നിങ്ങളും നിങ്ങളുടെ വെളിച്ചം കണ്ടെത്തും.